ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ നാട്ടിൽ ഒരു നടപ്പുണ്ട്. ആർക്കെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും ഒരു സന്ധിയിൽ നീർക്കെട്ടോ വേദനയോ വരികയാണെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം വളരെ പെട്ടെന്ന് രോഗനിർണയം നടത്തിയിരിക്കും. അത് ഡോക്ടറൊന്നും കാണേണ്ട ആവശ്യമില്ല, അവരങ്ങ് നടത്തുകയാണ്. ചിലപ്പോൾ ചികിത്സയും പറഞ്ഞു വരും. ഈ രോഗനിർണയം ഒറ്റ വാക്കേ ഉള്ളൂ, വാദം. അങ്ങനെ തലമുറകളായിട്ട് നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണത്, വാദം. ഇപ്പോഴും ഈ ജനങ്ങൾ ചികിത്സ എന്ന് പറയുന്നത് രോഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളൊരു സംവിധാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആ കാലമൊക്കെ മാറി. എന്നാൽ പോലും എന്നോട് മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ഡോക്ടർമാരോടും രോഗികൾ പലരും ജനങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വാദത്തിന് പുതിയ മരുന്നുകൾ വല്ലതും ഉണ്ടോ? പ്രമേഹത്തിന് എന്തെങ്കിലും പുതിയ മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ടോ? ക്യാൻസറിന് ആയുർവേദത്തിൽ മരുന്നുണ്ടോ? ഇങ്ങനെ മരുന്നുണ്ടോ? ഇതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. ഈ മരുന്നുകളുടെ യുഗം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗി എത്തുമ്പോൾ രോഗി കുറേ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഡോക്ടറുടെ ശ്രദ്ധ ഈ രോഗത്തിൻ്റെ പേരിലായിരിക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ വാദം, ആ പേര് ഡോക്ടർ പറയേണ്ട കാര്യമില്ല, ആ പേരിലായിരിക്കരുത് ഡോക്ടറുടെ ശ്രദ്ധ. ഈ രോഗം എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്താനായിരിക്കണം. ഈ രോഗം എങ്ങനെ ഉണ്ടായി എന്ന് കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല, അത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഈ രോഗിക്കുണ്ടാകാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, ദുരിതങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സാനന്തര ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സന്ധിവാത രോഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഈ സന്ധിവാത രോഗങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് ആർത്തറൈറ്റിസ് ആണ് പറയുന്നത്. ആർത്തറോൺ എന്ന് വെച്ചാൽ സന്ധി, ഐറ്റിസ് എന്ന് വെച്ചാൽ നീർക്കെട്ട്. അപ്പോൾ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ് ഈ ആർത്തറൈറ്റിസ്, മലയാളത്തിൽ സന്ധിവാത രോഗം. ആയുർവേദത്തിൽ ഒരു കാരണങ്ങൾ പറയുന്നത് ഈ വാതപിത്ത കഫങ്ങൾ, ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് വാതപിത്ത കഫം എന്ന് പറയുന്നത് ദോഷങ്ങളാണ്. ഇതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, മറ്റ് ദോഷങ്ങളുമായിട്ടുള്ള സംസരണം, ഇതൊക്കെയാണ് പറയുന്നത്. അത് പരീക്ഷണസിദ്ധമായ തെളിവുകളിലൂടെ ഇപ്പോൾ വിവരിച്ച് തരാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം ഞാനൊരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ. ഇവിടെ നമ്മൾ രോഗനിർണയത്തിന് ഇപ്പോൾ ഏറ്റവും പുതിയ അറിവുകൾ നിലവിലുള്ള കാലമാണ്. ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കും, ആയുർവേദത്തിൽ ഇങ്ങനത്തെ രോഗപരിശോധന സംവിധാനങ്ങളുണ്ടോ? അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള മറുപടി, ഈ പരിശോധന സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ സ്വന്തമല്ല. അത് സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഏത് രോഗത്തിലും ഈ രോഗത്തിൻ്റെ പേര് പറയാതെ അതുകൊണ്ട് വഴികളാണ് നമ്മൾ ചികിത്സയുടെ രോഗനിർണയത്തിൽ കണ്ടെത്തുന്നത്. ബാക്കി കാര്യങ്ങൾ പിന്നെ അത് ഈ ഏറ്റവും പുതിയ അറിവുകൾ രോഗനിർണയത്തിലും ചികിത്സയിലും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സന്ധിവാത രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്ന രോഗം എന്ന് പറയുന്നത് റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ് ആണ്. RA എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ്. ഇതിനാണ് മലയാളത്തിൽ ഒരുപാട് പേര് ആമവാദം എന്ന് പറയാറുള്ളത്. ഞാനത് പറയാറില്ല, ആ വാക്ക് പറയാറില്ല. ഇവിടെ ഈ റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുമ്പോൾ ആ രോഗികളിൽ ഒരുപാട് പേരിൽ എത്ര കാലം ചികിത്സിച്ചാലും ഈ രോഗത്തിന് ശമനം വരാറില്ല, ചികിത്സ ഫലപ്രദമാകാറില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ ലളിതമായി കൊടുക്കാനുള്ള ഉത്തരം രോഗം ചികിത്സയും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളൊരു ഗവേഷകർ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോരുത്തർക്കും സഹജമായുള്ളൊരു സംവിധാനമാണ് സ്വയം രോഗപ്രതിരോധ ശേഷി, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ആരോഗ്യത്തെ രോഗാണുക്കളിൽ നിന്നും രോഗങ്ങളുണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രോഗപ്രതിരോധ ശേഷി കൊണ്ട്. ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിൻ്റെ സംവിധാനത്തെ എതിർക്കുന്ന പ്രക്രിയയാണ് ഈ സംവിധാനം. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നാണ് അതിന് പറയുന്നത്, ഓട്ടോ ഇമ്മ്യൂൺ. അത് ശ്രദ്ധിച്ച് ചികിത്സിച്ചാലേ അത്തരക്കാരിൽ രോഗശമനം നേടുള്ളൂ. അല്ലാണ്ട് വാദമാണ് എന്ന് പറഞ്ഞത് പോയാൽ ഒരു പോക്കങ്ങ് പോകുക എന്ന് മാത്രമല്ല, ഇവിടെ രോഗിക്ക് രോഗശമനം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹൃദയാഘാതമടക്കം, ഹൃദ്രോഗങ്ങളടക്കം ഒരുപാട് പ്രമേഹം ഉണ്ടാകാം. കാരണം രോഗിക്ക് അരങ്ങാൻ പറ്റാതെ വരുമ്പോൾ കിടപ്പാവും.
പ്രമേഹം ഉണ്ടാകാം, ഒരുപാട് സങ്കീർണതകളിലേക്ക് പോകും. അംഗവൈകല്യങ്ങൾക്ക് വരെ സാധ്യത ഉണ്ടാകാം. ഒരുപാട് പേരുടെ ഈ വിരലുകളൊക്കെ മടങ്ങി ചുരുക്കി കാണാറുണ്ട്. കാരണം ഇതൊക്കെ ചികിത്സ ഫലപ്രദമാകാത്തത് കൊണ്ടാണ്. ചികിത്സ ഫലപ്രദമാകാതെ ഇരിക്കുന്ന ചികിത്സ ഏറ്റവും പുതിയ അറിവുകളനുസരിച്ചും ശാസ്ത്രീയമായ രീതിയിലും അല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ പേര് കണ്ടുവരുന്നത് റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഈ പ്രായം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എല്ല് തേയ്മാനത്തിൽ പറയും. സത്യത്തിൽ എല്ല് തേയുന്നൊന്നുമില്ല. ആ സന്ധികളിലുണ്ടാകുന്ന ധർമ്മങ്ങൾ ക്ഷയിച്ചു പോകുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണമെന്ന് പറയുന്നത്. കാൽമുട്ടുകൾ നീരെടുത്ത് വീങ്ങി ആ രംഗത്ത് കാൽമുട്ടുകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പോകുന്നൊരു നല്ല ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഇതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്തറൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിനും ഫലപ്രദമായ ചികിത്സയുണ്ട്. വളരെ വളരെ ഫലപ്രദമായ ചികിത്സ, വളരെ സിമ്പിളാണ്. പിന്നെ കൂടുതൽ പേരിൽ കണ്ടുവരുന്നത് ഈ സ്ത്രീകളിൽ കാണുന്ന സന്ധിവാത രോഗമാണ്. സ്ത്രീകളുടെ സന്ധിവാത രോഗം എന്നാണ് പൊതുവേ പറയുന്നത്. ഈ ആർത്തവവിരാമ ശേഷം സ്ത്രീകളുടെ അസ്ഥികളിൽ കാൽഷ്യത്തിൻ്റെ ശേഖരം കുറയുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന രോഗം. കാരണം അപ്പോൾ ശരീരത്തിൻ്റെ ഭാരം താങ്ങി നിർത്താൻ ബുദ്ധിമുട്ട് വരും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രോഗമാണത്. ഇതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നറിയപ്പെടുന്നത്. പിന്നെ വേറെ എന്നുള്ള ഫൈബ്രോമയാൽജിയാണ്. അതിൽ ഈ തെളിവൊന്നും കിട്ടില്ല, പക്ഷേ രോഗം ഗംഭീരമായിരിക്കും. അതിന് പ്രധാന കാരണം മാനസിക സംഘർഷമാണ് എന്നുള്ളതാണ്. ഇനി വേറെ വാതരോഗമുണ്ട്, സന്ധിവാതരോഗം. ഇതിന് നമ്മൾ സന്ധിവാത രോഗങ്ങളിലെ ഭീകരൻ എന്നാണ് പറയാറുള്ളത്. അതാണ് ഗൗട്ടി ആർത്തറൈറ്റിസ്. രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ നില ഉയരുന്നതാണ് ഇതിൻ്റെ കാരണം. അത് ഇവിടെ ചികിത്സ ആരംഭിക്കുന്നത് ഈ ആഹാര ക്രമീകരണത്തിലൂടെയാണ്. കാരണം സോൾട്ട് ഫ്രീ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയേണ്ടതാണ് ഇപ്പോഴത്തെ ഗവേഷകരുടെ അഭിപ്രായം. ഈ രോഗത്തിൻ്റെ ലക്ഷണം വളരെ പ്രത്യേകതയുള്ള, മറ്റു രോഗങ്ങളിൽ നിന്ന് പ്രത്യേകതയുള്ളതാണ്. കാര്യമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. രാത്രി ഉറങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാത്രി ഒരുറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴോ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കാലുകൾ നിലത്ത് അമർത്തി ചവിട്ടുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത അനുഭവപ്പെടുന്നത്. കാലിൻ്റെ പെരുവിരൽ സന്ധിയിൽ അസഹ്യമായ വേദനയാവും, നീർക്കെട്ടുണ്ടാവും, ചിലർക്കൽ ചുവപ്പ് നിറം കാണും. ഇത് വാദമാണ് എന്നുള്ള ഒറ്റ വാക്ക് ലേബലിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്താൽ 2 വൃക്കങ്ങളും നാശമായി പോകും. അങ്ങനെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ രോഗനിർണയം എന്ന് പറയുന്നതാണ് എല്ലാ രോഗങ്ങളിലും, പക്ഷെ പ്രത്യേകിച്ച് സന്ധിവാത രോഗങ്ങളിൽ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ ജീവിതം കട്ടപ്പകയോ അല്ലെങ്കിൽ. അപ്പോൾ ഈ സന്ധിവാത രോഗങ്ങളിൽ ഈ രക്തപരിശോധന നടത്തിയാൽ തന്നെ ഇത് ഏത് ഗണത്തിൽപ്പെട്ട സന്ധിവാത രോഗമാണെന്നുള്ള തെളിവ് നമ്മുടെ മേശപ്പുറത്ത് വരും. ആ സന്ധിവാത രോഗങ്ങളിൽ ആ റിസൾട്ടിൽ കാണുന്ന തെളിവുകളെ അടിസ്ഥാനമാക്കി നമ്മൾ ചികിത്സ ആരംഭിക്കുക. ചികിത്സ ഏറ്റവും പുതിയ അറിവുകളനുസരിച്ചായിരിക്കണം. വൈദ്യശാസ്ത്ര രംഗത്ത് പുറത്തു വന്നിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിവുകളനുസരിച്ച്. അപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ 10-15 ദിവസം കഴിഞ്ഞ് രക്തപരിശോധന നടത്തുമ്പോൾ ഇതിൻ്റെ കൃത്യമായ ആ തെളിവ് കിട്ടും. രോഗം കുറയാണോ, ചികിത്സ ഫലപ്രദമാകുകയാണോ അല്ലാതെയാണോ, അതിൻ്റെ കൃത്യമായ തെളിവ് കിട്ടും. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഇന്ന് സന്ധിവാത രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ 10% ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പം ജർമ്മനിയിലെ ഡോക്ടർമാർ സന്ധിവാത രോഗികൾക്ക് വേദന സുഖാരികളകത്തേക്ക് കൊടുക്കുന്നില്ല കുറച്ച് കാലമായിട്ട്. അല്ലാതെ തന്നെ രോഗശമനം സാധ്യമാണ്. കുറച്ചൊരു മനഃശാസ്ത്ര സമീപനം കൂടെ വേണം. കാരണം എല്ലാ സന്ധിവാത രോഗികളിലും കുറച്ച് മാനസിക സംഘർഷത്തിന് സ്വാധീനം ഉണ്ടായിരിക്കും എന്നറിയാം. അങ്ങനെ ഈ രോഗനിർണയവും ചികിത്സയും കൃത്യമായി ശാസ്ത്രീയമായി വൈദ്യശാസ്ത്ര രംഗത്ത് പ്രസിദ്ധീകരിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകളനുസരിച്ചാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ബഹുഭൂരിപക്ഷം സന്ധിവാത രോഗികളിലും രോഗശമനം സാധ്യമാണ്. ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യം പോലും വരില്ല.